ഹലോ, എൻ്റെ ഒരു വീക്ക് ഡേയ്സിലുള്ള ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചീനു സ്കൂളിൽ നിന്ന് വരുമ്പോൾ തൊട്ടാണ് കേട്ടോ. ചീനു ഏകദേശം ഒരു 3:20 ആകുമ്പോഴത്തേന് സ്കൂളിൽ നിന്ന് വരും. ഞാനും നെച്ചമ്മയും കൂടാണ് വിളിക്കാൻ പോയത്. നെച്ചുവിന്റെ മുഖത്തെ ആ സന്തോഷം ചേച്ചി വരുമ്പോൾ കളിക്കാമല്ലോ എന്നുള്ളതല്ല, അങ്കത്തട്ട് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ചേച്ചി വരുമ്പോൾ തൊട്ട് അംഗം തുടങ്ങാമല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് ആ മുഖത്തുള്ളത്. അങ്ങനെ സ്കൂൾ ബസ് വന്ന് ചീനുവിനെ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി. എന്താണ് പുതിയ വൈറസ് വല്ലതും പിടിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് വന്നാൽ ഞാൻ ആദ്യം നോക്കുന്നത് ബാഗിൽ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഉണ്ടോ, കൊണ്ടുപോയ ബുക്സ്, ടിഫിൻ ബോക്സ് ഇതൊക്കെ നേരെ ചൊവ്വെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. പിന്നെ ബുക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി നോട്ട്സ് ഒക്കെ എന്തൊക്കെ എഴുതിപ്പിച്ചു, എന്തൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ ഒന്ന് നോക്കും. അതെല്ലാം അമ്മമാര് നോക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ KG 1 KG 2 ഒക്കെ ആയിരുന്നപ്പോൾ വലിയതായിട്ട് പഠിക്കാനോ വലിയതായിട്ട് എഴുതാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് വീക്കെൻഡിലൊക്കെ ആയിരിക്കും. പക്ഷേ ഗ്രേഡ് 1 തൊട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്, അതിന് ഓരോ ടീച്ചേഴ്സ്, അതിന് നോട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തുടക്കം ആയതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ കൃത്യമായിട്ട് എഴുതിക്കൊണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ചെറിയ ടെൻഷനുള്ള കാര്യമൊക്കെ തന്നെ ആയിരുന്നു. ചീന സ്കൂളിൽ നിന്ന് ടിഫിൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് നെച്ചുവിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്തെങ്കിലും ഒരു സാധനമെങ്കിലും നെച്ചുവിന് വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ ഇന്ന് ചീനു ടിഫിൻ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടായിരുന്നു വന്നത്. അത് നെച്ചുവിന് ഭയങ്കര സങ്കടമായി. അങ്ങനെ നെച്ചമ്മയുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നെച്ചമ്മയുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ മക്കാന, ഫൂൽ മക്കാന. അത് നല്ല ഹെൽത്തിയുമാണ്, നല്ല ഫൈബറൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ അത് ഇങ്ങനെ ബട്ടറിൽ പിന്നെ ചാറ്റ് മസാല ഒക്കെ ഇട്ട് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് നെച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ഉണ്ടാക്കി തരാൻ സാധനമില്ല, സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. അങ്ങനെ മക്കാന കൊടുത്ത് നെച്ചുവിനെ ഒതുക്കി പിന്നെ ചോറിനുള്ള പരിപാടി നോക്കി. ചീനുവിന് ഈ മുട്ട ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. ചീനുവിനെ അതുകൊണ്ട് തന്നെ പോറ്റാൻ വളരെ എളുപ്പമാണ്. ഇച്ചിരി തൈരും ചോറും ഈ മുട്ട ഫ്രൈ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് ചോറുണ്ണും. അങ്ങനെ അതും ഉണ്ടാക്കി. ഇന്ന് നമുക്ക് ചോറിനുള്ളത് ചോറ്, തൈര്, പിന്നാണെങ്കിൽ വൻപയർ മെഴുക്കുവരട്ടി, പിന്നെ രാവിലത്തെ കടലക്കറി. ഈ വൻപയർ മെഴുക്കുവരട്ടിയും കടലക്കറിയൊക്കെ ചീനുവിന് ചോറിനൂടെ ഭയങ്കര ഇഷ്ടമാണ്. ചീനു വരാൻ വേണ്ടിയിട്ട് ഞാൻ ചോറുണ്ണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. ചീനു വന്ന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് ചോറുണ്ണുന്നത്. നെച്ചു നേരത്തെ ഒരു റൗണ്ട് കഴിച്ചാണെങ്കിൽ നെച്ചും കാര്യമായിട്ട് ഞങ്ങളുടെ കൂടെ കൂടും. എല്ലാ ദിവസവും അച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരും. ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു സ്നാക്കോ എന്തെങ്കിലും കൊണ്ടുവരുന്ന സാധനം അപ്പോഴേ നെച്ചു കഴിച്ചു തീർക്കും. പക്ഷേ ചീനു ആ സാധനം അവളുടെ ഒരു ബാഗ് ഉണ്ട്, അതിനകത്ത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് എവിടെയെങ്കിലും നെച്ചു എടുക്കാത്തടത്ത് കൊണ്ട് ഒളിപ്പിക്കും. എന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോഴായിരിക്കും ഇത് എടുക്കുന്നത്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ? ഇവിടെ കുറച്ച് നാളായിട്ട് ഒരു ശാപമോക്ഷം കിട്ടാത്ത ഒരു ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടായിരുന്നു. എങ്കിൽ നമുക്കിന്ന് അവന് ശാപമോക്ഷം കൊടുക്കാം. ഒരു 4 മണിക്കൂർ മുമ്പ് കുതിർത്തിട്ട അരി നല്ലതായിട്ട് വെള്ളം തോർത്തി ഒരു ജാറിലോട്ട് 4 ഏലക്കയുടെ സീഡും ഒരിത്തിരി ചെറിയ ജീരകം കൂടി ഇട്ട് പൊടിച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു 2 കട്ട് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് പാനിയാക്കി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഈ അരി പൊടിച്ച ജാറിലേക്ക് ഒരു 3 പഴം, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അങ്ങനെ ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അത് നമുക്കിങ്ങനെ വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു. അരിയുന്നതിൻ്റെ ഇടയ്ക്ക് കൂടുതലും തേങ്ങ എൻ്റെ വയലോട്ടായിരുന്നു പൊക്കോണ്ടിരിക്കുന്നത്. അതങ്ങനെയാണല്ലോ അല്ലേ.
അങ്ങനെ അവസാനം എൻ്റെ തീറ്റി കഴിഞ്ഞ് ഇത്രയും തേങ്ങ കിട്ടി. അത് ഞാൻ വറുത്തെടുത്ത് മാറ്റി വെച്ചു. നേരത്തെ പൊടിച്ചു വെച്ച അരിയിലോട്ട് അതിലേക്ക് ആ പഴം അരച്ച് വെച്ചത് കൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ ഈ ശർക്കരപ്പാനി ചൂടാറുന്നതിന് മുമ്പ് ശർക്കരപ്പാനിയും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വറുത്ത് വെച്ച തേങ്ങ, കുറച്ച് എള്ള, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒഫീഷ്യൽ മിക്സർ ആയിട്ടുള്ള എൻ്റെ നെച്ചമ്മ വന്നിട്ടുണ്ട്. കാര്യമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീഴുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, രസമല്ല, നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിക്ക് ശാപമോക്ഷം കിട്ടി. ഞാനത് കഴുകിയെടുത്തു. അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. കഴുകിയെടുത്ത് നന്നായിട്ട് ആ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞു. കാരണം എണ്ണ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നെച്ച് പറയുന്നുണ്ട്, അമ്മ പൊയ്ക്കോ, ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന്. അത് വേണ്ട, തീയൊക്കെ ഉണ്ട്, കൈയൊക്കെ പൊള്ളുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉപദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ മെയിൻ സ്വഭാവമാണ് സൂചി കയറ്റാനുള്ള സ്ഥലം കൊടുത്ത് ആണി കയറ്റും. അങ്ങനെ ചട്ടി ഫുള്ള് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പ ബാറ്റർ ഒഴിച്ചൊഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ തിരിച്ചിട്ട് കൊടുക്കാനായിരുന്നു വലിയൊരു ചലഞ്ച്. ഞാൻ നോക്കിയിട്ടൊന്നും അത്ര വലിയ കാര്യമായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കറക്റ്റ് ഒരു മൂപ്പിനെ കുറിച്ച് കളറിൽ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ എൻ്റെ ആ ഒരു കണക്കുകൂട്ടൽ ഇടയ്ക്ക് ഒന്ന് തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കരിയുന്നുണ്ടായിരുന്നു. ഇനി എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കി. കഴിച്ചപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സക്സസ് ആയിരുന്നു. അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചു. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ തിരിച്ചിടാനും എടുക്കാനും ഒക്കെ എനിക്ക് സ്പൂൺ കൊണ്ട് അങ്ങനെ അത്ര പെട്ടെന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സൈഡൊക്കെ ചിലതിൻ്റെയൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അടുത്ത തവണ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം സക്സസ്. അങ്ങനെ ഇവിടുത്തെ മെയിൻ ഉണ്ണിയപ്പം ലവറായിട്ടുള്ള ചീനമ്മയ്ക്ക് ഉണ്ണിയപ്പം കൊടുത്തു. അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് നെച്ചമ്മ കാര്യമായിട്ട് സ്പൂണിലൊക്കെ വെച്ച് ഉണ്ണിയപ്പം വളരെ സാഹസികമായി കഴിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയപ്പമൊക്കെ ആയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു കട്ടനായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കട്ടനം കേട്ട്. തുടരും മൂവിയുടെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അത് പോയിരുന്ന് കണ്ടു. ഉണ്ണിയപ്പം സക്സസ് ആയ സ്ഥിതിക്ക് നമ്മൾ തന്നെ കഴിച്ചാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ കല്യാണി അമ്മയ്ക്കുള്ള ഉണ്ണിയപ്പവുമായിട്ട് പോവാണ് ചീനു. അങ്ങനെ ഈ പാട്ടൊക്കെ കണ്ട് ഉണ്ണിയപ്പൊക്കെ കഴിച്ചു. ഇനി നമുക്ക് രാത്രിയിലെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഗോതമ്പ് പുട്ടാക്കാം. എന്തിനാ ഗോതമ്പ് പുട്ടിന് ഇങ്ങനെ കുഴച്ചേക്കുന്നതല്ലേ, ഇങ്ങനെ കുഴച്ചാൽ മതി. ഇങ്ങനെ കുഴച്ചിട്ട് കുറേശ്ശെ ജാറിലിട്ട് കൊടുത്ത് പച്ചപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് കറക്കി കറക്കി എടുക്കാം. അതായത് ഒന്ന് കറക്കുക നിർത്തുക, ഒന്ന് കറക്കുക നിർത്തുക. അപ്പോൾ അത് ഈ രീതിയിൽ നല്ല ഫൈനായിട്ട് കിട്ടും. പിന്നെ തേങ്ങയൊക്കെ ഇട്ട് പുട്ടാക്കി അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വീക്ക് ഡേയ്സിലെ ഈവനിങ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.